ഇഷ്ടംപോലെ ഏതാണ്ട് ഒരു 100 ചില്ലാൻ ആയത്തുകൾ, ഈ 157 ആയത്തുകൾ ഖുറാനകത്തുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലൊരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 27 ആയത്തുകൾ പറഞ്ഞ് ഇത് പാടില്ല, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. ഖുറാൻ്റെ അകത്ത് എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ കോടതി പറഞ്ഞതാണ്, മനസ്സിലായി. ഇതൊരു യുദ്ധപുസ്തകമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നത്, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന പുസ്തകം. ഇത് സംഗതി ഈ അറബി തന്നെ കൊണ്ടുനടന്നുകൊണ്ടാണ് നമുക്കിതൊന്നും അറിയാതിരുന്നത്. ഇപ്പോഴല്ലേ ഇതൊക്കെ പരിഭാഷപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം നമുക്കറിയാൻ തീരുമാനമായി. അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് അപ്പം തന്നെ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞത് ബാൻ ചെയ്ത് കളയും, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒരൊറ്റ ചോദ്യത്തിന് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിലൊരു കോടതി ഖുറാൻ ബാൻ ചെയ്തു, ഖുറാൻ്റെ വേഴ്സ് ബാൻ ചെയ്തു. നിങ്ങൾ കേട്ട് കാണും. അത് ഏത് കോടതിയാണെന്നൊന്ന് പറയാം. എൻ്റെ സമയമാണ്, ഞാൻ ആ സമയം ത്യജിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഏത് കോടതിയാണ് ഖുറാൻ ബാൻ ചെയ്തത്? ഈ ചോദ്യങ്ങളെല്ലാം എനിക്കുണ്ട്. എൻ്റെ സമയം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. 1986 ഇത് 80കളുടെ മധ്യത്തിൽ നടന്നൊരു സംഭവത്തിൽ ഇതായിട്ടാണ് ഹൈക്കോടതി ഇതല്ല സോറി, എനിക്ക് കിട്ടിയ റിസൾട്ട് തെറ്റിപ്പോയി. ഇത് കൽക്കട്ട ഹൈക്കോടതിയിൽ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിരുന്നു. അത് കോടതി തള്ളുകയുണ്ടായി. അതല്ല, വേറൊരു ഇതുണ്ട്. പക്ഷെ അത് അല്ല ഇപ്പോഴില്ല, 2021 അതൊന്നുമല്ല. ഇതൊക്കെ അതിന് മുമ്പത്തെയാണെന്നേ സംഗതി. ഇതിപ്പോൾ എവിടെ റിസൾട്ട് വരും ഇതാകുന്ന അത് ഞാൻ പറഞ്ഞ അടുത്ത ചോദ്യം ചോദിക്കാം. നോക്കി എടുത്തോളുക, ഞാൻ ഉത്തരം പറയാം. ഇനി എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 2021 വസീം റിസ്വി എന്ന് പറയുന്ന, എനിക്ക് പേഴ്സണലി അറിയാവുന്ന, ഞങ്ങളോടൊക്കെ ചർച്ചയ്ക്കിരിക്കാറുള്ള ഒരു വ്യക്തി ഒരു PAL കൊടുത്തു. മുസ്ലിം നാമധാരിയാന്നേ ഉള്ളൂ. 26 വേഴ്സസ് ഖുറാനിന്ന് റിമൂവ് ചെയ്യണമെന്ന്. സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്താണെന്ന് അറിയാമോ? അയാൾക്ക് 50,000 രൂപ ഫൈൻ അടിച്ചു. അതാണ് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മുഖ്യധാരയിൽ പലപ്പോഴും ഇടുമ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയും. അതുകൊണ്ട് വാട്സപ്പിൽ നമുക്ക് പലപ്പോഴും ഇടാം. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമ്മുടെ നാടിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പെട്ടുപോകരുത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അർത്ഥസത്യങ്ങൾ കൊണ്ട് യഥാർത്ഥ സത്യത്തെ മറച്ചു വെച്ച് അങ്ങനത്തെ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നതാണ്. പലരും അതിൽ വീണു പോകുന്നതാണ്. ഞാനൊരു വ്യക്തിയെ മോശമായിട്ട് പറയില്ല.